ഹിനുവും ബാക്കിയുള്ള ടീമിലെ അംഗങ്ങളുമായിട്ട് യാങ്ങിന്റെ ബിസിനസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യിക്കാണ്. യാങ്ങിന് ഒരു ക്ലബൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഇരിക്കെ ആ ഒരു ക്ലബിലെ റവന്യൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് വലിയൊരു എമൗണ്ട് ഒക്കെയാണ്. ബാക്കിയുള്ള ക്ലബിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ക്ലബിലാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് ഒക്കെ വരുന്നത്. സാധാരണ ഒരു വ്യക്തി ക്ലബിൽ എത്ര തുകയൊക്കെ മുടക്കുമോ അതിനേക്കാളും ഒരുപാട് ഇരട്ടിയാണ് അവരുടെ ക്ലബിൽ വരുന്നവരൊക്കെ ചിലവാക്കാറുള്ളത്. അത് കൂടാതെ ക്ലബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പോലും വലിയ തുകയ്ക്കൊക്കെ മദ്യം വാങ്ങിയിട്ടുള്ളതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ക്ലബിന്റെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഹ്യുനുവോ മനസ്സിലാക്കുകയാണ്. ഹ്യുനുവോനെ ചീഫും വിളിപ്പിക്കുന്നു. നിലവില് ഡ്രഗ് കേസിന്റെ കാര്യം എല്ലാം തന്നെ തീർന്നതല്ലേ, സോ ആ ഒരു കേസൊക്കെ ക്ലോസ് ചെയ്യുവാനായിട്ട് ഹ്യുനുവോന്റെ അടുത്ത് ചീഫ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ കൂടി അതിന്റെ അകത്ത് നിന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ അന്വേഷണവുമായിട്ട് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോവുകയാണെന്ന് ഹ്യുനുവോവും അറിയിക്കുന്നു. ഹ്യുനുവിന്റെ അടുത്ത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടൊക്കെ ചീഫ് സംസാരിച്ചതിന് ശേഷം ചീഫും മറ്റൊരാളെ കോൾ ചെയ്ത് ഈ ഒരു വിവരങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചീഫുവിന്റെ അച്ഛനാകുവാനാണ് സാധ്യത കൂടുതൽ. അച്ഛന്റെ പേരിലാണല്ലോ യാങ് എല്ലാ രീതിക്കുള്ള ബിസിനസ്സും നടത്തുന്നത്. ടീം ഡിന്നറിനായിട്ട് എല്ലാവരും തന്നെ എത്തിയിരിക്കുന്നു. ഉണഹയും ഒരു സീറ്റിലൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും മാൻഹോയും തൊട്ടടുത്തുള്ള ഒരു സീറ്റിലൊക്കെ വന്ന് ഇരിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ചീഹ്വാൻ അവനെ അവിടെ നിന്ന് എണീപ്പിച്ചൊക്കെ വിടുന്നുണ്ട്. പിന്നീട് മാൻഹോ ചീഹ്വാന്റെ അടുത്ത് ഇരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവിടെ എത്തിയ ഏനയും മാൻഹോനെ അവിടെ നിന്ന് മാറ്റുന്നു. ഇപ്പോൾ ചീഹ്വാന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉൺഹയും ഏനയുമാണ് ഉള്ളത്. ഓർഡർ എടുക്കുവാനായിട്ട് എത്തിയിട്ടുള്ള ആള് ഉൺഹയുടെ അടുത്ത് നിന്നതിന് ശേഷം ഏതൊക്കെ രീതിക്കുള്ള ഫുഡൊക്കെയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ഇതൊക്കെ കണ്ട് പൊസസീവ് ആകുന്ന ജീഹ്വാനും ഉൺഹയുടെ സീറ്റൊക്കെ അവന്റെ അടുത്തേക്കൊക്കെ വലിച്ചിടുകയാണ്. മാത്രല്ല മാൻഹോയുടെ അടുത്ത് ഓർഡർ ഒക്കെ കൊടുക്കുവാനായിട്ടും പറയുന്നു. ഇതൊക്കെ കാണുന്ന ഏനയും ജിഹ്വാന്റെ അടുത്തേക്ക് കൂടുതലായിട്ട് ഇരുന്നതിന് ശേഷം ഇന്നത്തെ എന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ജിഹ്വാന്റെ അടുത്തും ചോദിക്കുന്നുണ്ട്. ജിഹ്വാനും കൊള്ളാമെന്നൊരു വാക്കൊക്കെ പറഞ്ഞതിന് ശേഷം ഓഡ്ഹയുടെ ക്ലാസ് ഒക്കെ എടുത്തിട്ട് അതിൽ വെള്ളവും എടുത്തു കൊടുക്കുന്നു. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഏനേനെ പുകഴ്ത്തുകയായിരുന്നു. ഏനയും ഉൺഹ പുതിയ ചാനലൊക്കെ തുടങ്ങിയതിനെ കുറിച്ച് അവളുടെ അടുത്ത് ചോദിക്കുകയാണ്. പക്ഷെ ഉൺഹയും താൻ ഒരേ ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്ന രീതിക്കൊക്കെ സംസാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് ഒക്കെ ഇട്ടതിന് ശേഷം എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും വളരെയധികം ധൃതിയിൽ അവളുടെ ചാനൽ ഏതാണെന്നൊക്കെ അന്വേഷിക്കുകയാണ്. നേരത്തെ ഉൺഹയും വലിയൊരു കമ്പനിക്ക് വേണ്ടിയായിരുന്നല്ലോ വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും അവൾക്ക് ആയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചാണ് മാൻഹോ ആ ഒരു അക്കൗണ്ട് ഒക്കെ എടുത്തു നോക്കുന്നതെങ്കിൽ പോലും അതിൽ മൊത്തം 87 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും സാരമില്ല, ആദ്യത്തെ ദിവസമല്ലേ, അപ്പോൾ അത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത് തന്നെ വലിയ കാര്യമാണെന്ന് പറഞ്ഞ് ജെയ്സോയും ഉൺഹിനെ പുകഴ്ത്തുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. ഇനി ഏനയുടെ അടുത്ത് അവൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും 87 ലക്ഷം എന്നൊരു നമ്പറൊക്കെ ആയിരുന്നു അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാലും സാരമില്ല, ഞാൻ കൂടുതൽ വീഡിയോസ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ വ്യൂസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ഉൺഹ സ്വയം സമാധാനപ്പെടുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും നിനക്കൊരു സ്റ്റുഡിയോ പോലും ഇല്ലല്ലോ, ബാക്കിയുള്ള ചാനൽസിനെ കുറിച്ച് നീ ഒന്ന് അനലൈസ് ചെയ്ത് പോലുമില്ല, നിന്റെ സ്ഥാനം എത്രാമതാണെന്ന് നീ നോക്കിയില്ല, നീ നല്ലൊരു രീതിക്കുള്ള പ്രൊമോഷൻ മെത്തേഡ്സോ അല്ലെങ്കിൽ മാർക്കറ്റിംഗോ നോക്കിയിട്ടില്ല, ഇങ്ങനെ ഒന്നും ചെയ്യാതെ എങ്ങനെയാണ് നിനക്ക് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടുക? ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ വെറുതെ അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ വലിയ ആളാക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണോ നീയും ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഏനയും അവളോട് ചോദിക്കുന്നു. ഈസി ആണെന്ന് കരുതുന്നവർ ഒരിക്കലും അവരുടെ വിരലുകളൊക്കെ മുറിയുന്നിടം വരെ വർക്ക് ചെയ്യാറില്ല എന്ന് ചീഹോനും അതിന് മറുപടിയായിട്ട് പറയുന്നു. യഥാർത്ഥത്തിൽ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഉൺഹയ്ക്കും പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ച് ചീഹോനാണ് ഇപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചതും. ഉൺഹനെ കാണുമ്പോഴത്തേക്കും ഏനയും ഒരു കാര്യം പറയുകയാണ്. നിനക്ക് ജീഹ്വാനുമായിട്ട് പരിചയമൊക്കെ തുടങ്ങിയിട്ട് 3 മാസമല്ലേ ആയുള്ളൂ, പക്ഷെ എനിക്ക് അവനെ 8 വർഷമായിട്ടൊക്കെ അറിയാം. 8 വർഷങ്ങൾക്ക് മുമ്പ് അവനും എന്റെ ജീവൻ രക്ഷിക്കുന്ന രീതിക്ക് ഒരു സഹായമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ അവനെ കുറിച്ച് ഓർക്കാറുമുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി പോലും ഞാൻ തേഴ്സ്ഡേ ഡിയറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് പോലും അതിനെല്ലാത്തിനും എതിർത്ത് നിന്ന് ഞാൻ ജീഹ്വാന്റെ ഒപ്പം നിന്നു. ഞാൻ എന്റെ ജീവിതം പോലും അവന് വേണ്ടി റിസ്കിലാക്കുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും നീ അവനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എനിക്കും അവനെ ഇഷ്ടമാണ്. മാത്രമല്ല നീയും നല്ലൊരു ക്രിയേറ്ററും നല്ലൊരു മോഡലുമാണ്. ജിഹ്വാനും അത് തന്നെയാണ് നല്ലത്. നിങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരിക്കലും അസൂയയില്ല. ഞാനും അവനെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഉൺഹയും പറയുന്നു. ഏനയും ഫുൾ ടൈം ഹീൽസ് ഒക്കെ ഇട്ടിട്ടായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ കാലിൽ മുറിവുമുണ്ട്. ഇത് ഹോങ്കി കാണുകയും അവൾക്ക് വേണ്ടി ബാൻഡേഡ് ഒക്കെ മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇതിന്റെ പേരിൽ നീ എന്നെ പ്രേമിക്കുവാനായിട്ടൊന്നും നിൽക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹോങ്കിയും പോകുന്നത്. ജോയങ്ങും ഇപ്പോൾ മേഘോനെ കുറിച്ച് ആലോചിച്ചതിനു ശേഷം അവളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താലോ എന്നൊക്കെ ആലോചിക്കുകയാണ്. പിന്നീട് എനിക്ക് നിന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഇഷ്ടമൊക്കെ തോന്നിയതായിരുന്നു. ഒരിക്കലും അന്ന് രാത്രി നടന്നതൊരു മിസ്റ്റേക്ക് ആയിരുന്നില്ല. പക്ഷേ നീയും അത് മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിനെ എനിക്ക് ആവശ്യവുമില്ല എന്നൊക്കെ മേഘ പറഞ്ഞതിനെ കുറിച്ചും അവൻ ഓർക്കുന്നു.
വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും ഉണഹയുടെ കയ്യിലൊക്കെ മരുന്ന് വെച്ച് കൊടുക്കുകയായിരുന്നു ജീഹാനും. ജീഹാൻ ഉണഹയുടെ വീഡിയോ കിട്ട കമന്റ്സ് എല്ലാം തന്നെ അവൾ വായിച്ചൊക്കെ കേൾപ്പിക്കുമ്പോഴത്തേക്കും നീ എനിക്ക് നൽകിയ റിപ്ലൈനേക്കാളും വലിയ റിപ്ലൈ ഒക്കെ ആയിരുന്നല്ലോ ഷുനുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ജീഹാനും പിണങ്ങുന്നു. ആ ഒരു കമന്റ് ഒക്കെ ഇട്ടത് നീയായിരുന്നു എന്ന കാര്യം എനിക്ക് അറിയിക്കുകയില്ലായിരുന്നല്ലോ. അതൊക്കെ അറിയിക്കുകയായിരുന്നെങ്കിൽ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നതിനേക്കാളും വലിയൊരു റിപ്ലൈ ഒക്കെ ഞാൻ നിനക്ക് നൽകിയേനെന്ന് അവളും പറയുന്നു. ഞാനും അവനും തമ്മിൽ ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിലല്ലേ കമന്റ് ഇട്ടത്. അങ്ങനെ ഇരിക്കെ എനിക്ക് എന്തുകൊണ്ടാണ് നീ 42 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും റിപ്ലൈ നൽകിയിട്ടുണ്ടായിരുന്നെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ വർക്കിന് പോകാനായിട്ട് റെഡി ആവുകയായിരുന്നു. അതുകൊണ്ട് പിന്നീട് ഫോൺ നോക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്ന് അവളും അറിയിക്കുന്നു. അവന് സ്മൈലിയൊക്കെ നീ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ഒരു സ്മൈലിയും നൽകിയില്ലല്ലോ എന്ന് അവൻ പറയുമ്പോഴത്തേക്കും അവന് ഞാൻ സാധാരണ രീതിക്ക് വെച്ചിരിക്കുന്ന ഒരു സ്മൈലിക്കായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ നീ ഇനി കമന്റ്സ് ഒക്കെ ഇടുമ്പോഴത്തേക്കും ഞാൻ ഹേർട്ടിന്റെ ഇമോജീസ് ഒക്കെ ഇടുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവളും അവനെ സപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല ഇനി അവൻ ഏത് കമന്റ്സ് ഇട്ടിട്ടുണ്ടെങ്കിലോ അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കുമെന്ന് അവനും വാക്ക് നൽകുകയാണ്. നീ പെൻഗ്വിൻ ആയതുകൊണ്ടാണ് നിന്റെ വിരലുകൾക്ക് ഇത്രയ്ക്ക് നീളം. എന്തായാലും നീ ഒരു രാജാവായിട്ടുള്ള പെൻഗ്വിനാണ്. അങ്ങനെ ഇരിക്കെ ഞാനും ഒരു രാജ്ഞിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളും ഇരിക്കുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്കും വളരെ ക്യൂട്ട് ആയിട്ടായിരുന്നു അവന് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഉൺഹ പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ട് ജീഹ്വാൻ അതിന് കമന്റ് ഒക്കെ ഇട്ടിട്ടുള്ളത് യാങ്ങും ശ്രദ്ധിക്കുകയാണ്. സോ യാങ്ങും നേരെ ചെന്ന് അതിനൊരു കമന്റ് ഒക്കെ ഇടുന്നു. കമന്റില് ചാനൽ തുടങ്ങിയതിനൊരു കൺഗ്രാറ്റ്സും അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ ഒരു ഹേർട്ട് ഇമോജിയുമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ട്രിപ്പിന് പോകുന്ന ദിവസം ജീവന് സസ്പീഷ്യസ് ആയിട്ട് ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ച് ചുവങ്ങിന്റെ അടുത്തും അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചുവങ്ങും അതിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ അവനെയും ഏൽപ്പിക്കുന്നു. ഒരുപാട് മാസം മുമ്പത്തെ വരെ ദൃശ്യങ്ങളൊക്കെ ചുവങ്ങ് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഒരു ദിവസം മാത്രമായിരുന്നു ഇങ്ങനൊരു വ്യക്തി നമ്മുടെ വീടിന് മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നതെന്ന് ചുവങ്ങും ഉറപ്പിച്ചു പറയുന്നു. ഏന പറഞ്ഞതുപോലെ തന്നെ സ്വന്തമായിട്ട് നല്ല രീതിക്കുള്ള ഒരു കണ്ടന്റ് ഒക്കെ ഇറക്കണമെന്നും അതിന് മറ്റാരും തന്നെ സപ്പോർട്ട് ഉണ്ടാവുകയില്ലെങ്കിൽ പോലും ഞാൻ സ്വന്തമായിട്ട് തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഉൺഹേൻ. അപ്പോഴാണ് കിറ്റി എന്ന അക്കൗണ്ടിൽ നിന്നും ഞാൻ നിന്നെ കാണുവാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു, എത്രയും വേഗം നിന്നെ തേടി ഞാൻ എത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞുള്ള ഒരു കമന്റ് ഒക്കെ അവളും ശ്രദ്ധിക്കുന്നത്. അത് വല്ല കുട്ടികളുമായിരിക്കും തന്റെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ വിചാരിച്ച് അവളും അതിന് റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അത് യാങ് ആയിരുന്നു എന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നില്ല. ജിഹോൻ ഓഫീസിൽ കുറച്ച് തിരക്കിലായതുകൊണ്ട് തന്നെ ഓൺഹെനെ കൂട്ടിക്കൊണ്ടൊക്കെ വരുവാനായിട്ട് ഡോക്കിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോകുന്ന വഴിക്ക് അവളും ഒരു ഷോപ്പിലൊക്കെ കയറുന്നു. അവിടെ വെച്ച് അവർ ഹ്യുനുവിനെയും കാണുകയാണ്. ഹ്യുനുവോ ഡോഹയുടെ പേരൊക്കെ എടുത്തു വിളിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തമ്മിൽ പരിചയമുണ്ടോ എന്നൊക്കെ ഉൺഹയും ചോദിക്കുന്നു. അവർക്ക് തമ്മിൽ പരിചയമുണ്ടെന്നുള്ളതല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഹ്യുനുവും പറയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇവർ 3 പേരും കൂടി സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഞാനൊന്ന് റെസ്റ്റ് റൂം വരെ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഡോഹിയും പോകുന്നു. അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന 2 സ്കൂൾ കുട്ടികളെ കാണുമ്പോഴത്തേക്കും പണ്ട് ഡോഹിയും ഒരു പെൺകുട്ടിയുടെ ഒപ്പം ഇതേ കടയിലേക്ക് എത്തിയതിനെ കുറിച്ചാണ് അവനും ഓർക്കുന്നത്. ഞാനും നിന്നെ കൺഗ്രാചുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു കമന്റ് ഒക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് ഒരുപാട് കമന്റ്സ് ഒക്കെ വന്ന് അതൊരു കുട്ടികളെ പോലെയൊക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു എന്ന് അവൻ പറയുമ്പോഴത്തേക്കും എന്തായാലും ഒരുപാട് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവളും വളരെയധികം ഹാപ്പി ആയിട്ടൊക്കെ സംസാരിക്കുകയാണ്. മാത്രമല്ല പുതിയൊരു ചാനലൊക്കെ തുടങ്ങുവാനായിട്ടുള്ള എല്ലാ പ്രചോദനവും നൽകിയിട്ടുണ്ടായിരുന്നത് ഹിനു ആണെന്ന് പറഞ്ഞ് അവന് നന്ദിയും പറയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.